ലോകം ഒന്നടങ്കം ഒരു വലിയ യുദ്ധത്തിന്റെ ഭീതിയിൽ നിൽക്കുമ്പോൾ യൂറോപ്പിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരു പ്രഹരം അമേരിക്കയ്ക്ക് ഏറ്റിരിക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ നേരിട്ട് ഇടപെടുന്ന US സൈന്യത്തിന് നേരെ സ്പെയിൻ തങ്ങളുടെ വാതിലുകൾ കൊട്ടിയടച്ചിരിക്കുന്നു. നേറ്റോ അംഗമായ ഒരു രാജ്യം അമേരിക്കയ്ക്ക് ഇത്തരം ഒരു പണി കൊടുക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാnchez എടുത്ത ഈ തീരുമാനം വെറും ഒരു നയതന്ത്ര നീക്കമല്ല, മറിച്ച് വാഷിംഗ്ടണിന്റെ യുദ്ധക്കൊതിക്ക് ഇതിനു നേരെയുള്ള ഒരു മാരകമായ ആയുധമാണ്. നിയമവിരുദ്ധവും നീതിരഹിതവുമായ ഒരു യുദ്ധത്തിന് സ്പാനിഷ് മണ്ണും ആകാശവും വിട്ടു നൽകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ തങ്ങളുടെ എയർ സ്പേസ് US സൈനിക വിമാനങ്ങൾക്കായി പൂർണ്ണമായും നിരോധിച്ചു കഴിഞ്ഞു. എന്താണ് സ്പെയിനിനെ ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിന് പ്രേരിപ്പിച്ചത്? ഡൊണാൾഡ് ട്രംപ് നൽകിയ ഭീഷണികൾ എന്തൊക്കെയാണ്? ഈ തീരുമാനം യുദ്ധത്തിന്റെ ഗതി എങ്ങനെ മാറ്റും? പരിശോധിക്കാം. നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാനുമായി ബന്ധപ്പെട്ട സംഘർഷം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. USഉം ഇസ്രായേലും ചേർന്ന് ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്തുണ നൽകാൻ പല യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറായിട്ടില്ല. ഇതിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്തത് സ്പെയിനാണ്. സ്പാനിഷ് പ്രതിരോധ മന്ത്രി മാർഗരിറ്റ റൂബിൾസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട യാതൊരു സൈനിക നീക്കങ്ങൾക്കും സ്പാനിഷ് ആകാശസീമയോ സംയുക്ത സൈനിക താവളങ്ങളോ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. സ്പെയിനിലെ റോട്ട, മൊറോൺ എന്നീ താവളങ്ങൾ US പണ്ട് മുതലേ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇനി മുതൽ ഈ താവളങ്ങളിൽ നിന്ന് ഒരു വിമാനം പോലും ഇറാൻ ലക്ഷ്യമാക്കി പറക്കില്ല. ഇത് ശരിക്കും അമേരിക്കൻ സൈന്യത്തിന്റെ ലോജിസ്റ്റിക്സ് പ്ലാനുകളെ വലിയ രീതിയിൽ തകർക്കുന്ന ഒന്നാണ്. യൂറോപ്പിലൂടെയുള്ള ഈ റൂട്ട് അടഞ്ഞാൽ വിമാനങ്ങൾക്ക് ചുറ്റി സഞ്ചരിക്കേണ്ടി വരും. അതായത് സമയവും ഇന്ധനവും കൂടുതൽ ചിലവാകും. സ്പെയിൻ ഇവിടെ പ്രയോഗിച്ച ആയുധം ജിയോ പൊളിറ്റിക്കൽ ഐസൊലേഷൻ ആണ്. ഒരു സഖ്യകക്ഷി തന്നെ തങ്ങളെ കൈവിടുമ്പോൾ അത് നൽകുന്ന ആഘാതം മിസൈലുകളേക്കാൾ വലുതാണ്. സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാnchez ഇതിനെ വിശേഷിപ്പിച്ചത് നിയമവിരുദ്ധമായ കടന്നുകയറ്റം എന്നാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഒരു നിയമലംഘനത്തിന് മറ്റൊരു നിയമലംഘനം കൊണ്ട് മറുപടി നൽകാൻ കഴിയില്ല. അത് മാനവരാശിയെ വലിയ വിപത്തിലേക്ക് നയിക്കും. ഇറാനിലെ ഊർജ്ജ പ്ലാന്റുകളും എണ്ണക്കിണറുകളും തകർക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്ന ഈ സാഹചര്യത്തിൽ സ്പെയിനിന്റെ ഈ നിലപാട് ട്രംപിനൊരു വലിയ വെല്ലുവിളിയാണ്. അമേരിക്ക തങ്ങളെ സാമ്പത്തികമായി ഉപരോധിക്കും, അതായത് ട്രേഡ് ട്രാൻസാക്ഷൻസ് കൊണ്ടുവരുന്ന ഭീഷണിപ്പെടുത്തിയിട്ടും സ്പെയിൻ പിന്മാറാൻ തയ്യാറായിട്ടില്ല. ഈ ഉറച്ച നിലപാടാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത്. ഇനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നോക്കാം. ട്രംപിന്റെ ഒരു രീതി നമുക്ക് അറിയാവുന്നതാണ്. ട്രംപ് എന്തായാലും വെറുതെ ഇരിക്കില്ല. സ്പെയിനിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് വൈറ്റ് ഹൗസ് ആദ്യം പറഞ്ഞെങ്കിലും തൊട്ടു പിന്നാലെ സ്പെയിനുമായുള്ള വ്യാപാര ബന്ധം വിച്ഛേദിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. സ്പാനിഷ് ഉൽപ്പന്നങ്ങൾക്ക് വൻ നികുതി ഏർപ്പെടുത്തുമെന്നും നേറ്റോയിലെ അവരുടെ പ്രാധാന്യം കുറയ്ക്കുമെന്നുമാണ് ട്രംപിന്റെ വാദം. ഇതിനു മുൻപും പ്രതിരോധ ചിലവുകൾ കൂട്ടാൻ വിസമ്മതിച്ചതിന് സ്പെയിനുമായി ട്രംപ് കൊമ്പ് കോർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ എയർ സ്പേസ് നിരോധനം കൂടി വന്നതോടെ ബന്ധം ആകെ വഷളായിരിക്കുകയാണ്. ഒരു വശത്തെ യുദ്ധം, മറുവശത്ത് സഖ്യകക്ഷികൾ തമ്മിലുള്ള പോര്. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ലഭ്യമാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 5-1 നടക്കുന്ന ഈ ഒരു വഴി അടഞ്ഞതോടെ ആഗോള സമ്പദ് വ്യവസ്ഥ വളരെയധികം പ്രതിസന്ധിയിലാണ്. ഈ ഒരു ഘട്ടത്തിലാണ് സ്പെയിനിന്റെ ഇങ്ങനെ ഒരു തീരുമാനം കൂടി വരുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഇറാൻ വിക്ഷേപിച്ച ഒരു ബാലിസ്റ്റിക് മിസൈൽ തുർക്കിയുടെ ആകാശത്ത് വെച്ച് നേറ്റോ മിസൈൽ പ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടു എന്നതാണ്. യുദ്ധം ഇറാനിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് അയൽ രാജ്യങ്ങളിലേക്കും പടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് സ്പെയിൻ പറയുന്നത് ഞങ്ങൾ ഇതിന്റെ ഭാഗമാകില്ല എന്ന്. ജർമ്മനിയും ഫ്രാൻസും ഇതിനോട് യോജിക്കുന്നില്ല എങ്കിലും സ്പെയിനിനെ പരസ്യമായി എതിർക്കാനും അവർക്ക് സാധിക്കുന്നില്ല. അതായത് ഈ യുദ്ധത്തിന്റെ കാര്യത്തിൽ യൂറോപ്പിൽ ഇപ്പോൾ വലിയൊരു ഭിന്നതയാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യങ്ങൾ പല ചേരികളായി തിരിഞ്ഞു കഴിഞ്ഞു. ഇനി ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ പുകപടലങ്ങൾ ഉയരുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ഇന്ധനവില കുതിച്ചുയരുകയാണ്. ഒരു ബാരൽ എണ്ണയുടെ വില റെക്കോർഡ് നിലവാരത്തിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ ഒരു യുദ്ധം ലോകത്തെ പട്ടിണിയിലേക്കും പണപ്പെരുപ്പത്തിലേക്കും തള്ളിവിടുമോ എന്ന ഭീതിയിലാണ് എല്ലാവരും. സ്പെയിൻ ഉയർത്തിപ്പിടിച്ച ആ ഒരു വെപ്പൺ, അതായത് നയതന്ത്രപരമായ വിയോജിപ്പ് മറ്റു രാജ്യങ്ങളും ഏറ്റെടുത്താൽ ഒരുപക്ഷെ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിച്ചേക്കാം. പക്ഷേ ട്രംപ് തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുമോ? അതോ ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന ഭീഷണി നടപ്പിലാക്കുമോ? വരും ദിവസങ്ങൾ ലോക ചരിത്രത്തിൽ തന്നെ നിർണായകമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.